പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ തന്നെ ഇന്നും നമ്മുടെ ഡെയിലി വ്ലോഗാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. നമ്മൾ ആദ്യം തന്നെ ചായയൊക്കെ വെച്ച് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് ഞാൻ പിന്നെ വീഡിയോ എടുത്തത്. കുറച്ച് ചോറിരിപ്പുണ്ടായിരുന്നു, അത് നമുക്കൊന്ന് തിളപ്പിച്ച് വാർക്കണം. പിന്നെ അതുപോലെ മീൻ ഇന്നലെ അമ്മ കഴുകി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഐസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാനത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിടുക കേട്ടോ. പിന്നെ കുറച്ച് മീൻ വറക്കാൻ അമ്മ അരപ്പ് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കറി ഇന്ന് നമുക്ക് വെക്കണം, വറക്കാനുള്ളതും ഉണ്ട്. അപ്പോൾ പിള്ളേർക്ക് കൊണ്ടുപോകണമല്ലോ സ്കൂളിൽ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വറക്കാനുള്ള മീനൊക്കെ ഒന്ന് ഇടുക കേട്ടോ. അവർ ഇഡലിയുടെ കൂടെ മീനോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോൺ വെജ് ആയിരിക്കും കഴിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മീൻ വറക്കാം. നല്ല രസമുള്ളൊരു ക്ലൈമറ്റ് അല്ലേ ഇപ്പം, നല്ല തണുപ്പൊക്കെ ആയിട്ട് വെളുപ്പിനെയൊക്കെ ആകുമ്പം നല്ലൊരു ശരിക്കും പറഞ്ഞാൽ നല്ല മൂടി പുതച്ച് കിടന്ന് ഉറങ്ങാൻ തോന്നും. അതിന് നമുക്ക് അവധി ദിവസങ്ങളിൽ മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മളൊരു 6 മണി ആ ഒരു ടൈമിൽ എഴുന്നേൽക്കണം. അവധി ദിവസം നമ്മൾ അതിലും താമസിച്ചായിരിക്കും എഴുന്നേൽക്കുന്നതെന്ന് മാത്രം. അങ്ങനെ മീനൊക്കെ വറക്കാനിട്ടു. പിന്നെ നമുക്ക് കുറച്ച് ഇഡലി ഉണ്ടാക്കണം. ഇന്ന് അവർ കൊണ്ടുപോകുന്നത് ചോറാണ് കൊണ്ടുപോകുന്നത്. രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഡലി, അപ്പോൾ അതിനൊരു 2-3 ഇഡലി ഉണ്ടാക്കണം, അതൊന്ന് വെക്കണം. പിന്നെന്താ ഇന്ന് അവർ കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ മീനും അതുപോലെ തന്നെ പിന്നെ മുട്ട പൊരിച്ചത്, പിന്നെ വെണ്ടയ്ക്ക തോരനുണ്ട് കേട്ടോ. അമ്മ ഇന്നലെ വെണ്ടയ്ക്ക തോരൻ വെച്ചത് ഇരിപ്പുണ്ടായിരുന്നു. ദേവൂട്ടൻ മാത്രം അത് കൊണ്ടുപോവേ, പിച്ചൂട്ടൻ അതൊന്നും കൂട്ടത്തില്ല. പിന്നെ നമ്മളിങ്ങനെ കൊടുത്തു വിടുമെന്ന് മാത്രം, അവൻ അതേപടി അതിങ്ങ് തിരിച്ചു കൊണ്ടുവരും. ഇന്നതുകൊണ്ട് ഞാൻ ദേവൂട്ടന് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. രാവിലെ എത്ര അടുപ്പുണ്ടെങ്കിലും തികയത്തില്ല കേട്ടോ. എല്ലാ അടുപ്പയിലും ഓരോരോ സാധനങ്ങൾ ഇരിക്കുക. അപ്പോൾ നമുക്ക് ഇന്ന് ചോറ് വെക്കണമല്ലോ. അപ്പോൾ അതിനുള്ള വെള്ളമൊക്കെ തിളച്ചപ്പോഴത്തേന് അരിയൊക്കെ ഇട്ടു. അതിനി റൈസ് കുക്കറിലേക്ക് വെച്ചാൽ ഒരുപാട് വേവൊന്നും ഇല്ലാത്ത കേട്ടോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. റൈസ് കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂറൊക്കെ ഇരുന്നാൽ മതി, അപ്പോഴത്തേനും അത് വേഗം. 2 പേരും എഴുന്നേറ്റ് പല്ല് തേക്കലും കഴിപ്പും ഒക്കെ കഴിഞ്ഞിട്ട് എന്തോ കളറിങ് ആയിട്ട് ഇന്നും മുറ്റത്തോട്ട് ഇറങ്ങിയില്ല. മുറ്റത്തോട്ട് ഇറങ്ങാൻ പറഞ്ഞപ്പോഴത്തേന് കളർ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് 2 പേരും ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇന്നലെ ഒരു സ്കെച്ച് കൂടെ പുതിയത് വാങ്ങിയപ്പോൾ അതുകൊണ്ട് ഭയങ്കര കളറിങ് ആയിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് അവരുടെ ലഞ്ച് ബോക്സും എല്ലാം ബാഗും എല്ലാം സെറ്റ് ചെയ്ത് അവരെ റെഡിയാക്കി സ്കൂളിലേക്ക് വിട്ടു. ഇനി നമുക്ക് മീൻ കറി വെക്കണം. മീൻ കറി നമ്മൾ സാധാരണ മുളകിട്ട് കറി വെക്കത്തില്ല, അങ്ങനെ തന്നെയാണ്. പിന്നെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പച്ചത്തേങ്ങ അരച്ച്, തേങ്ങായും മുളക് അരച്ചിട്ടുള്ള മീൻ കറി ആണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ കുറച്ച് തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട് ആ ഒരു പരുവത്തിന്. അപ്പോൾ കടുകൊക്കെ പൊട്ടുന്ന ആ ഒരു ടൈം കൊണ്ട് ഞാൻ ഇതുണ്ടാക്കുന്നുണ്ട്, കിഴങ്ങ് ഒരുക്കും കേട്ടോ. കിഴങ്ങ് മെഴുക്കുവരട്ടി വെക്കാൻ, കാരണം പുട്ടും കടലക്കറിയായിരുന്നു രാവിലെ. അപ്പോൾ ഇന്നലെ നമുക്കത് തന്നെ ആയതുകൊണ്ടാണ് ഞാനത് വീഡിയോ എടുക്കാഞ്ഞത്. പുട്ടും കടലക്കറി, അപ്പം ഞാൻ കടലക്കറി കൂട്ടുന്നില്ല, അതുകൊണ്ട് കിഴങ്ങ് മെഴുക്കുവരട്ടി വെച്ചാൽ കേട്ടോ പുട്ടിൻ്റെ കൂടെ. മുളക്, പിരിയൻ മുളകും സാദാ മുളക് പൊടിയൊക്കെ വഴറ്റിയിട്ട് നമ്മൾ അതിനകത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയില്ല, പച്ചത്തേങ്ങ മാത്രം അരച്ചതും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ പുളിയും ഉപ്പും കൂടെ ആ വെള്ളം ഒഴിച്ച് ചാറാക്കിയിട്ടുണ്ട്. അതൊന്ന് തിളയ്ക്കുന്ന സമയത്ത് പുറത്ത് പോയി 2-3 കറിവേപ്പിലയൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. എന്നിട്ട് കറിവേപ്പിലയും മീനും ഇട്ട് മൂടി വെക്കും. ഇത് കഴിഞ്ഞിട്ട് ആ സമയത്ത് തന്നെ നമ്മൾ കിഴങ്ങ് മെഴുക്ക് പുരട്ടിയും വെക്കുന്നുണ്ട്. അത് വേറൊന്നും ഇടുന്നില്ല കേട്ടോ, പച്ചമുളകും കുറച്ച് കുരുമുളക് പൊടി ഉപ്പും മാത്രം ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ടോ. അപ്പോൾ ഇത് വേകുന്ന ആ ടൈമിൽ നമ്മുടെ മീൻ കറിയുമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു വൻപയർ തോരനോടെ വെക്കണം. കുറച്ചെടുത്തിട്ട് ഞാനിപ്പോൾ ചോറിനൊക്കെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് കുറച്ചെടുത്തിട്ട് തോരൻ വെച്ചു. ഇങ്ങനെ തോരനല്ല, മെഴുക്ക് പുരട്ടി. അമ്മ ബാക്കി പയറും കായും കൂടെ അമ്മ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കായും പയറും. പിന്നെന്താണെന്ന് വെച്ചാൽ അമ്മ പാത്രമൊക്കെ കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെ അടുക്കളയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു, എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി അടുക്കളയൊക്കെ ഒന്ന് അടിച്ചു വാരി. അപ്പോഴത്തേന് അമ്മ ബാക്കി ഹാളും ബാക്കിയൊക്കെ അടിച്ചു വാരിയിട്ടുണ്ട്. ഇനി പരിപാടി എന്ന് പറഞ്ഞാൽ മുറ്റത്തോട്ട് ഇറങ്ങണം കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് ഗാർഡൻ ക്ലീനിങ്ങിനൊക്കെ ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ കൊള്ളില്ലായിരിക്കും. എല്ലായിടത്തും തന്നെ കുറേശ്ശെ പുല്ലൊക്കെ ആയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് പറിച്ച് കളയണം. നമ്മളിതൊക്കെ ആ മിറ്റിലിട്ട് സെറ്റ് ചെയ്തൊക്കെ നന്നായിട്ട് നിൽപ്പുണ്ട്. മണി പ്ലാന്റ് ചെറിയൊരു വാടലുണ്ട് കേട്ടോ, നല്ല ചൂടും ഉണ്ടല്ലോ. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശരിയാക്കാനുള്ളതെന്ന് വെച്ചാൽ
ഈ മുല്ലയുടെ ഈ ഒരു ഭാഗം ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഇവിടെ വെച്ച് ചെടിയെല്ലാം പിള്ളേർ കളഞ്ഞു കേട്ടോ. 2-3 പ്രാവശ്യം ഞാൻ ഓരോ ചെടി വെച്ചു, അതെല്ലാം അവർ കളഞ്ഞു, സൈക്കിളൊക്കെ ഓടിച്ചും അങ്ങനെയൊക്കെ. അപ്പോൾ ഈ ഒരു ഭാഗം ഇനി ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ മുറ്റത്തൊക്കെ കിടക്കുന്ന തന്നെ പൊട്ടിയതും പൊട്ടാത്തതുമായിട്ടുള്ള കല്ലും ഇഷ്ടികയുടെ ഇതും ഓടിൻ്റെ കഷ്ണം അങ്ങനെയൊക്കെ കുറേ പീസുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം തച്ചിന് പോയിരുന്ന് പിറക്കി നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം തലവേദന മെയിൻ വില്ലനായതുകൊണ്ട് തന്നെ ഭയങ്കര പാടായിരുന്നു. ഇപ്പോൾ നമ്മൾ കുനിഞ്ഞ് നിന്നിട്ട് ഇതൊക്കെ പെറുക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും 1 മണിക്കൂർ കൊണ്ട് ഇത് ചെയ്ത് തീർക്കണമെന്നുള്ള ആ ഒരു ഇതിൽ നമ്മൾ ആ കല്ല് ഇങ്ങനെ പല പല കഷ്ണങ്ങളൊക്കെ പെറുക്കിയെടുത്ത് മുല്ലച്ചോട്ടിൽ വെച്ച്, പിന്നെ അപ്പുറമുള്ള ആ ചെടിയൊക്കെ നമ്മളൊന്ന് അതിൻ്റെ ഹൈറ്റ് കുറച്ചായിരുന്നു. അപ്പോൾ ആ ചെടി ഇതിന് ചുറ്റിനും ഇങ്ങനെ വെച്ച് കൊടുത്തു. ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാശ് മുടക്കൊന്നുമില്ലല്ലോ, മുറ്റത്ത് കിടക്കുന്ന കല്ലൊക്കെ കൊണ്ട് മാത്രം ഒന്ന് റെഡിയാക്കിയെന്ന് മാത്രം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.